കാലത്താണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ വന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്ക് കെട്ടിടം അനുവദിച്ചത് ഏത് സർക്കാരിന്റെ കാലത്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്ക് കെട്ടിടം അനുവദിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയത് ആരുടെ സർക്കാരിന്റെ കാലത്താണ്? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയത്. 2016 തുടങ്ങിയ ആർദ്രം മിഷന്റെ ഭാഗമായാണ് ഈ മാറ്റം നടപ്പിലാക്കിയത്. കേരളത്തിൽ ഇന്നേ വരെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച സർക്കാർ ഏത് സർക്കാരാണ്? കേരളത്തിൽ ഇന്നുവരെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ സർക്കാരിന് സാധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ സൗജന്യമാണ്. കേരളത്തിലെ ആരോഗ്യ